ഹായ് ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തികച്ചും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏഞ്ചൽ വൺ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല്ല് ചെയ്യാം, അതിൻ്റെ ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, ഇതൊക്കെയാണ് ഞാൻ പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ഈ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല, ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനൊരു സ്റ്റോക്ക് ബൈ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാം. ഞാനിപ്പോൾ അദാനി ഗ്രീനിൻ്റെ ഷെയറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബൈയിൽ പോയി കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് എത്ര ഷെയർ മേടിക്കണോ എന്നുള്ള കാര്യം, ഇപ്പോൾ 10 ഷെയർ നമുക്ക് മേടിക്കണം ഉള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ 10 ക്വാണ്ടിറ്റി അടിക്കുക. അപ്പോൾ അടിയിൽ റിക്വയർഡ് ഫണ്ട് കാണിക്കും. 18,849.50 പൈസയാണ് നമുക്ക് 10 ഷെയർ മേടിക്കാൻ ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഇതിലുള്ളത് ഇൻട്രാഡേ ഉണ്ട്, ഡെലിവറി ഉണ്ട്. ഇൻട്രാഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മേടിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കാനുള്ള സാധനത്തിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ദിവസം ഹോൾഡ് ചെയ്യുന്നതിനാണ് നിങ്ങൾ ഡെലിവറി എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ തിരക്കിലോ അങ്ങനെ അശ്രദ്ധ മൂലം അഥവാ നിങ്ങളിപ്പോൾ ക്വാണ്ടിറ്റി അടിച്ചു, പ്രൈസ് അടിച്ചു, 18,000 രൂപ ആഡ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് നിങ്ങൾ പ്ലേസ് ബൈ ഓർഡർ എടുക്കുകയാണ്. പക്ഷേ ഇവിടെ കിടക്കുന്നത് ഇൻട്രാഡേ ആയിരിക്കും. പക്ഷെ നമ്മളത് പലപ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആയിപ്പോവും. അങ്ങനത്തെ പക്ഷേ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇൻട്രാഡേയിലാണെങ്കിൽ 3.25 കഴിയുമ്പോൾ അത് ഓട്ടോ സ്ക്വയർ ഓഫ് ആവും. നിങ്ങളുടെ ബ്രോക്കർ തന്നെ ആ ഷെയർ നിങ്ങൾ അറിയാതെ തന്നെ അത് സെല്ല് ചെയ്തു പോകും. കാരണം ഇൻട്രാഡേയിൽ 3.25 വരെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എപ്പോൾ സ്റ്റോക്ക് മേടിക്കുമ്പോഴും ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ ശ്രദ്ധിക്കുക. ഇൻട്രാഡേ ആണെങ്കിൽ അത് മാറ്റി ഡെലിവറിയിലിട്ട് ഇട്ടിട്ടാണ് നിങ്ങൾ പ്ലേസ് ബൈ ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ ഇതിൽ മറ്റേ GTT എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഉണ്ട്. GTT എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് 1884.95 പൈസയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് GTT എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ പ്രൈസ് താഴ്ന്ന 1800 വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിരിക്കാൻ എപ്പോഴും ടൈമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 10 ക്വാണ്ടിറ്റി മേടിക്കണം. 10 ക്വാണ്ടിറ്റി അടിക്കുക. ബൈ പ്രൈസ് 1800 ബൈ പ്രൈസ് കൊടുത്തിട്ട് പ്ലേസ് ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സിൽ പെൻഡിങ്ങിൽ പോയി കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. കാരണം 1880 വന്നാൽ 1800 വന്നാലാണ് ആ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അത് 1800 വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും, യുവർ ഓർഡേഴ്സ് ആസ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റോക്ക് അപ്പോൾ അത് ഓർഡേഴ്സിലായിരിക്കില്ല, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പോവുക. പോർട്ട്ഫോളിയോയിൽ പോയി കഴിയുമ്പോഴാണ് ആ ഓർഡർ പ്ലേസ് ആകുമ്പോൾ നിങ്ങൾ മേടിച്ച ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പോർട്ട്ഫോളിയോയിൽ വരും. അപ്പോൾ പോർട്ട്ഫോളിയോയിലാണ് നിങ്ങൾക്ക് നഷ്ടവും ലാഭവും ഒക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ അങ്ങനെ ഓർഡേഴ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് GTT ഓർഡർ. ഇപ്പോൾ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GTT ഓർഡറിൽ പോയിട്ട് ചെയ്താൽ മതി. ഇനി എങ്ങനെ ഒരു ഷെയർ സെല്ല് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് 4:27 ഇപ്പോൾ എനിക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ആപ്റ്റസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഞാൻ കാലത്താണ് വാങ്ങിയത്, 340 ക്വാണ്ടിറ്റി. അപ്പോൾ ഇതെനിക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളായാലും ശരി, ഇപ്പോൾ നിങ്ങൾ മേടിച്ചൊരു സ്റ്റോക്ക് ആയാലും പോർട്ട്ഫോളിയോയിൽ, ഞാനിപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റഡ് വാല്യൂ ഇതിലൊക്കെ ഇവിടെ വരും. കറൻറ്റ് വാല്യൂ ഇപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് അത് താഴ്ന്നിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് കറൻറ്റ് വാല്യൂയിൽ നോക്കി അറിയാൻ പറ്റും. ഓവറോൾ ഗെയിൻ, നിങ്ങൾക്ക് എത്ര % പ്രോഫിറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഓവറോൾ ഗെയിൻ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഇന്നത്തെ ഗെയിൻ, ഇന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എത്ര % ലാഭമുണ്ട്, അല്ലെങ്കിൽ ടുഡേയ്സ് ലോസ്, അല്ലെങ്കിൽ ഇപ്പോൾ താഴോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ടുഡേയ്സ് ഗെയിനിൽ അല്ലെങ്കിൽ ടുഡേയ്സ് ലോസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഇന്ന് നഷ്ടമുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ എങ്ങനെ സെല്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ തന്നെ പോവുക, ചുമ്മാ സെൽ ബട്ടൺ കൊടുക്കുക. സെൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ 340 ക്വാണ്ടിറ്റി തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 340 ക്വാണ്ടിറ്റി ഉണ്ട്, എനിക്കിപ്പോൾ ഒരു 200 ക്വാണ്ടിറ്റി സെല്ല് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ 200 ക്വാണ്ടിറ്റി മാത്രം അടിക്കുക, അത് കഴിഞ്ഞിട്ട് പ്രൈസിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സാധാരണ മാർക്കറ്റിലാണ്, ഇപ്പോൾ ഇവിടെ ലിമിറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഞാൻ കൂടുതലും മാർക്കറ്റിൽ തന്നെയാണ് കൊടുക്കാറ്. മാർക്കറ്റിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 352 ആണ്. അപ്പോൾ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ട് പ്ലേസ് സെൽ ഓർഡർ എടുത്താൽ ആ സെല്ല് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ എന്താണോ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ പ്രൈസിലായിരിക്കും അത് സെല്ലാവുന്നത്. ചിലപ്പോൾ ഞാൻ 350 കൊടുക്കുവാണ്, അപ്പോൾ ഞാൻ കൊടുത്ത വഴി തന്നെ ചിലപ്പോൾ അത് മേളിലോട്ട് 353 പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 354 പോയിട്ടുണ്ടാവും. അപ്പോൾ അത് 354 സെല്ലാവുക. ഇൻ കേസ് ചിലപ്പോൾ അത് താഴോട്ട് പോകും. ഇപ്പോൾ 352 കൊടുക്കാൻ പ്ലേസ് സെൽ ഓർഡർ കൊടുക്കുകയാണ്, അപ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റ സെക്കൻഡ് തന്നെ ചിലപ്പോൾ 349 അല്ലെങ്കിൽ 351.50 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രൈസിലായിരിക്കും ഇത് സെല്ലാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്താൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്താൽ മതി. അത് ഇനിയിപ്പോൾ ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൈസിലാണോ അടിക്കുന്നത് ആ പ്രൈസ് വരുമ്പോൾ മാത്രമാണ് ഈ നിങ്ങളുടെ കയ്യിലുള്ള ഷെയർസ് സെല്ലാവുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ 352 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, എനിക്കൊരു 352.50 കൊടുക്കണം, അല്ലെങ്കിൽ 354 353.50 കൊടുക്കണം എന്ന് ആഗ്രഹം ഒന്നിരിക്കുക. അപ്പോൾ ഞാൻ ലിമിറ്റ് ഇട്ടിട്ട് 353.50 ചെയ്തിട്ട് പ്ലേസ് സെൽ ഓർഡർ കൊടുക്കും. അപ്പോൾ അങ്ങനെ സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ഓർഡേഴ്സിൽ പോയിട്ട് പെൻഡിങ്ങിൽ കിടക്കും. അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ ഈ ഓർഡർ പെൻഡിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അടുത്ത ഈ ഇപ്പോൾ 352 ആണല്ലോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് ഇട്ടിട്ട് 353.50 ചെയ്തിട്ട് പ്ലേസ് സെൽ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവില്ല, അത് പെൻഡിങ്ങിലാണ് കിടക്കുള്ളൂ. അത് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ 353.50 ആ ഷെയറിൻ്റെ പ്രൈസ് കൂടിയാൽ മാത്രമാണ് അത് അവിടെ പോവുള്ളൂ, അത് സ്ക്വയർ ഓഫ് ആയി സെല്ലായി പോവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പെൻഡിങ്ങിൽ കിടക്കും. ഇനിയിപ്പോൾ അതവിടെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലിമിറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ 352 കൊടുക്കണമെന്ന് ആഗ്രഹമാണ്, അപ്പോൾ നിങ്ങൾ പ്ലേസ് സെൽ ഓർഡർ ചെയ്തിട്ട് പോകും. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ പോലും ഒക്കെ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ലിമിറ്റിലായിരിക്കും കിടക്കുക. ലിമിറ്റിൽ കിടത്തിട്ട് ലിമിറ്റിൽ പ്രൈസ് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ 353 പോലെ അങ്ങനെ എന്തെങ്കിലും പ്രൈസിലൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഓർഡർ സെല്ലാവില്ല. അത് 353 വന്നാൽ മാത്രമേ സെല്ലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. മാർക്കറ്റിലാണോ എന്ന് നോക്കുക. എപ്പോഴും മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾ പ്ലേസ് സെൽ ഓർഡർ എടുത്ത് അപ്പോൾ തന്നെ സെല്ലാവും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലിമിറ്റും മാർക്കറ്റും എപ്പോഴും മാറിപ്പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സെല്ല് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോക്കേണ്ടത്. മെയിനായിട്ട് സെല്ല് ചെയ്യുമ്പോൾ ലിമിറ്റ് മാറ്റിയിട്ട് മാർക്കറ്റിൽ ഇടുക, നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് സെല്ല് ചെയ്യണമെങ്കിൽ. അതല്ല നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട്, ഇപ്പോൾ 352 ട്രേഡ് ചെയ്യുന്ന സാധനം 353 പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 353 ലിമിറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി പോകാം. അത് 353 ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൽ ലിമിറ്റും പിന്നെ ബൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്. ഞാൻ കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. വരും വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഞാൻ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ട്രേഡിങ്.